പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിഹായ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് വലിയ സ്നേഹത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ചേർന്നിരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാവുക. പ്രത്യാശയെ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ ക്ഷമയോടെ ഇരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവിൻ. നല്ല തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആയിരിക്കാം. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ ക്ഷമയോടെ ഇരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവിൻ. കർത്താവിൻ്റെ വരവനായി സ്ഥിരതയോടെ നിരന്തരം പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ആയിരിക്കണമെന്നാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുക. സ്ഥിരതയുടെ ഉറവിടമായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഈ 25 നോമ്പിൻ്റെ ദിനങ്ങളിൽ അങ്ങയുടെ വരവിനായുള്ള പ്രത്യാശയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നോമ്പുകാലത്തെ കഷ്ടതകളിൽ ക്ഷമയോടെ ഇരിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശയുടെ ശക്തി നൽകണമേ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ എന്നത് നമ്മുടെ രക്ഷകനായ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ പൂർത്തീകരണം തന്നെയാണ്. ഈ പ്രത്യാശയിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ പ്രത്യാശയെ നമ്മൾ സന്തോഷിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും ആകുലതകളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോവുക. ബാഹ്യമായ കാര്യങ്ങളിൽ സന്തോഷം തേടാതെ ക്രിസ്തുവിൻ്റെ വരവിനായുള്ള പ്രത്യാശയിൽ ആനന്ദിക്കുക നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കിയെടുക്കാം. കഷ്ടതയുടെ ദിനങ്ങളിൽ ക്ഷമയോടെ ഇരിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഒരു പരിധിവരെ നോമ്പുകാലത്ത് നമ്മളെടുക്കുന്ന പരിത്യാഗത്തിൻ്റെ വലിയ അടയാളം. അതാണ് കഷ്ടതയുടെ കാലങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുവാൻ. നോമ്പെടുക്കുന്നതിലൂടെയും പരിത്യാഗത്തിലുണ്ടാകുന്ന ചെറിയ കഷ്ടതകളിൽ ക്ഷമയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ തമ്പുരാൻ്റെ വരവിനായുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് ക്ഷമയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ അവിടുത്തെ വരവനായുള്ളൊരു കാത്തിരിപ്പ്, അത് പരിത്യാഗങ്ങളോടും ജീവിതത്തിലെ വേദനകളോടും ക്ഷമയോടെ പ്രതികരിച്ച് ഈശോയ്ക്ക് സാക്ഷി നൽകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കാനായിട്ട് പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്ഥിരത എന്ന് പറയുന്നത് തുടർച്ചയായ ആഗ്രഹം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമ്പോഴും വേദനിച്ച് പിന്മാറ്റപ്പെടുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോഴുമൊക്കെ ഈശോയിലുള്ള പ്രത്യാശയിൽ സ്ഥിരത കാണിക്കുവാൻ, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയിലെ സ്ഥിരതയാണ് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ആഴം നൽകുന്നത്. ക്രിസ്തുമസിനായി കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വളരുവാനായി സാധിക്കട്ടെ. പ്രാർത്ഥന മുടങ്ങാതെ നോക്കണം. ദിവസേനയുള്ള പ്രാർത്ഥന, ജപമാല, ദിവ്യകാരുണ്യ ആരാധന എന്നിവയിൽ സ്ഥിരത കാണിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുവാനുള്ള സാധ്യത കൂടുകയാണ്. ഈ ക്രിസ്മസിനൊരുക്കത്തിന് 3 തൂണുകളുണ്ട്. 1 പ്രത്യാശയാണ്, 2 ക്ഷമയാണ്, 3 പ്രാർത്ഥനയാണ്. ഈ 3 തൂണുകളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കണം. ഈ 3 കാര്യങ്ങളും സ്ഥിരത കാണിക്കുമ്പോൾ ക്രിസ്മസ് ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നൽകും. പ്രിയ സഹോദരങ്ങളെ, ക്ഷമയോടെ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഈശോയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയുടെ സ്ഥിരതയും അതുപോലെ തന്നെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പും നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ.
പ്രത്യാശയെ സന്തോഷിക്കുവാനും കഷ്ടതയിൽ ക്ഷമയോടെ ഇരിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്ന ഈശോയ്ക്ക് മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി സന്തോഷം ലഭിക്കുന്നതിനും നിരാശയിൽ നിന്ന് മോചനം നേടുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കഠിനമായ രോഗങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ കാരണം കഷ്ടപ്പെടുന്നവർക്ക് ക്ഷമയോടെ കാത്തിരിക്കുവാനും ദൈവഹിതം നിറവേറുമെന്ന് വിശ്വസിക്കുവാനും വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ സ്ഥിരത നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനും ഞങ്ങളുടെ നോമ്പുകാല പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രത്യാശയുടെയും ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും മേഖലയിലുള്ള നിയോഗങ്ങൾ ഏവയൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് തമ്പുരാൻ്റെ സന്നിധിയെ നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞാൻ പ്രത്യാശയെ സന്തോഷിക്കുന്നു, കഷ്ടതയിൽ ക്ഷമയോടെ ഇരിക്കുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുന്നു. എൻ്റെ ക്രിസ്മസ് ഒരുക്കം ഫലദായകമായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്നവനോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈശോയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ സമ്മതം മൂടിയതുപോലെ ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രത്യാശയുടെയും പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും ഒക്കെ അടയാളങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ ക്ഷമയോടെ ഇരിക്കുകയും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുകയും ചെയ്യുന്നവരായി ക്രിസ്മസിനായിട്ട് ഒരുങ്ങാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഷയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.